നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഐശ്വര്യമായിട്ട് ശബരിമലയിലേക്ക് എത്തി അയ്യനെ കണ്ട് തൊഴുതു. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നല്ല ശുഭകരമായിട്ട് തന്നെ തുടങ്ങാം, എല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് പോകുമെന്ന് കരുതിയായിരിക്കാം. ഏതായാലും ഇതുവരെയായിട്ടും MLA പാലക്കാട് എത്തിയിട്ടില്ല. ഇനി എന്നായിരിക്കും എത്തുക എന്നുള്ളത് അറിയില്ല. അതിനിടയിൽ തന്നെ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കുള്ളിൽ പല കാര്യങ്ങളൊക്കെ തന്നെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും എന്നാണ് ഇനി MP അവിടെ പാലക്കാട് എല്ലാവരും വരവേൽക്കാനായിട്ട് റെഡിയായിരിക്കുന്നു എന്നാണ് ചില വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ. എന്നാണ് ഇനി MLA അവിടേക്ക് എത്തുന്നത്? MLA നാളെ തന്നെ എത്തുമെന്നാണ് വരുന്ന സൂചനകൾ. കാരണം ശബരിമല പോകുന്നതിന്റെ തലേ ദിവസം പാലക്കാട് DCC കുറച്ച് കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തി കണ്ടിരുന്നു. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു പിന്തുണ ഒരുപക്ഷെ പാലക്കാട് DCC കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും വന്നു തുടങ്ങി എന്നുള്ളതാണ്. കാരണം അതൊരു പക്ഷേ രാഹുലിന് കിട്ടുന്ന ഈ ഒരു പിന്തുണ മുതിർന്ന നേതാക്കൾക്ക് പോലും തടുക്കാൻ പറ്റാത്ത രീതി. കാരണം DCCയിലെ മുതിർന്ന നേതാക്കൾ രാഹുലിനെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം APCC അറിയാണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അറിയാണ്ട് പാലക്കാട് DCC മാത്രം ഒരു തയ്യാറെടുപ്പ് നടത്താൻ പറ്റില്ല. കാരണം കോൺഗ്രസിന്റെ നേതൃത്വം KPCC അറിയാണ്ട് അത്തരത്തിലൊരു തയ്യാറെടുപ്പ് നടത്തുവാണെങ്കിൽ അവരും നടപടിയിലേക്ക്, അതായത് കോൺഗ്രസിന്റെ കടുത്ത നടപടി നേരിടേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസ് ഒന്ന് രാഹുലിന്റെ വിഷയത്തിൽ അയഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. കാരണം KPCC കുറച്ചൊന്ന് അയഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ വരുന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ, വരുന്ന രാഹുലിന് വേണ്ടിയിട്ട് ഉള്ള ആരാധകർ, ഇതൊക്കെ ഒരു പക്ഷേ അവരെയൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെ പോകാനിരിക്കുക, നാളെ പാലക്കാട് ഒരു പക്ഷേ DCCയുടെയും കോൺഗ്രസ് അനുഭാവികളുടെയൊക്കെ ഒരു സുരക്ഷാ കവചത്തിൽ രാഹുൽ ഒരുപക്ഷെ നാളെ പാലക്കാട് എത്തും. സജീവമായ പ്രവർത്തനം തുടങ്ങാൻ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എത്തുമ്പോൾ ഒരു പക്ഷേ അതിൽ അടിപതറുന്ന പിണറായി സർക്കാരാണ്, പിണറായി വിജയനാണ് അതിൽ ഒരുപക്ഷെ തല കുമ്പിടേണ്ടുന്നത്. അപ്പൊ അത് അങ്ങനെ കുമ്പിടാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് വീണ്ടും നമുക്കറിയാം, ഓരോ ഘട്ടത്തിലും അതിന്റെ തൊട്ട് തലേ ദിവസമാണ് ക്രൈംബ്രാഞ്ചൊക്കെ ഒന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത്. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയിട്ട് ക്രൈംബ്രാഞ്ച് കുറച്ച് ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട്. പുതിയ ഒരു വാർത്തയൊക്കെ News 18 ആണെന്ന് തോന്നുന്നു, ആ വാർത്തയൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഒരു പുതിയ അന്വേഷണത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തക ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പിലെ അല്ലെങ്കിൽ ഗർഭഛിദ്ര കേസുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടിയെ പോയി കണ്ടെന്നും അവളുടെ ട്രോമയെക്കുറിച്ചും ഒക്കെ ഒരു മാധ്യമ പ്രവർത്തക തന്റെ FBയിലൂടെയും പോസ്റ്റ് ഇട്ടിരുന്നു, ഈ പറഞ്ഞ മാധ്യമത്തിലൂടെയും പുറത്തുവിട്ടിരുന്നു. മറ്റാരും അല്ല, ലക്ഷ്മി പത്നിയായിരുന്നു. അപ്പൊ ലക്ഷ്മി പത്മ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തു. അപ്പം ക്രൈംബ്രാഞ്ച് ഇതുവരെ റിനിയുടെ പുറകെ പോയി. റിനിയുടെ പരാതികളൊന്നും പോകില്ല. റിനി ഏത് വഴി പോയെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം റിനിയെ ഒരു സാക്ഷിയായിട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയെങ്കിലും ഒന്നും നടന്നില്ല. റിനിയെ കൈവിട്ടു. പിന്നെ ഇനി അടുത്ത പരാതിക്കാരിയുടെ പുറകെ ഒരു സ്ത്രീ ഉദ്യോഗസ്ഥ തന്നെയാണ്, ക്രൈംബ്രാഞ്ചിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ തന്നെ ഈ പറഞ്ഞ പരാതിക്കാരിയല്ല, ഈ പറഞ്ഞ ഓഡിയോ സന്ദേശത്തിലെ ആ പെൺകുട്ടിയുടെ, അതായത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും ചെയ്തു. ഒരു തരത്തിലും താങ്കൾ രാഹുലിനെതിരെ പരാതിപ്പെടില്ല എന്ന് തീർത്തു ആ പെൺകുട്ടി പറഞ്ഞു. എന്നിട്ടും അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ല. വീണ്ടും ക്രൈംബ്രാഞ്ച് ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തകയെ ചെന്ന് കാണുകയും അവർ മൊഴി നൽകുകയും ചില തെളിവുകൾ, ഈ പെൺകുട്ടിയായിട്ട് സംസാരിച്ച ചില തെളിവുകൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ തെളിവുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുമ്പോട്ട് കേസ് അന്വേഷിക്കാൻ പോകുന്നത്. പക്ഷെ അത് തേർഡ് പാർട്ടി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്താലല്ല അവിടെ വഴി പോകും. വല്ലവരും എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ട് എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ ആരുടെ പേരിൽ കേസെടുക്കാൻ പറ്റും? ഒന്നും പറ്റില്ല. ഇത് അവരവരുടെ സ്വകാര്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന് ചിന്തിക്കുക, ഇന്നിപ്പോൾ CPM നേതാവായ KJ ഷൈൻ നേതാവിനെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചു. നടന്നോ ഇല്ലേ? ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ നടന്നോ ഇല്ലേ എന്നുള്ള രണ്ടാമത്തെ വിഷയം. ഇത് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ആരോപണം ഉന്നയിക്കും. ഇന്ന് അവർ രണ്ടുപേരും മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് അതിനെ വലിയ രീതി ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? CPMന്റെ പ്രവർത്തകയാണ് ഒരു MLA ഇത്തരത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അത്തരത്തിലേക്ക് പോകുന്ന ഒരു ആരോപണമല്ലേ? ആരോപണത്തിന് പുറകെ എന്തുകൊണ്ട് പോകുന്നില്ല? അവിടെ പരാതിക്കാരും ഇല്ല. പക്ഷേ MLA ഇതിനു മുന്നേ പല ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടിരിക്കുന്നു, ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള വാർത്ത വന്നിട്ട് എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിലേക്ക് പോകുന്നില്ല? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ ഇത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ MLA യുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ,
പല MLA-മാരുടെ കാര്യത്തിലും CPM ക്രൈംബ്രാഞ്ച് അന്വേഷണം വിടാത്തതുണ്ട്. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല MLA-മാർക്കെതിരെ. എന്തുകൊണ്ട് പാർട്ടി തള്ളിക്കളയുന്നില്ല? MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നില്ല? ഒരു പക്ഷേ അതൊരു കണക്കിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല പറയണം നല്ല കാലം വന്നു തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണ്. കാരണം നാളെ ഒരു പക്ഷേ പാലക്കാട് ചെന്നെത്തുന്ന രാഹുലിനെ DYFIയോ SFIയോ ഇത്തരത്തിൽ പ്രകൃതി അങ്ങനെ വരില്ല. തടസ്സം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടേണ്ടി വരും, ലാത്തിചാർജൊക്കെ ചെയ്യേണ്ടി വരും. ഒരു പക്ഷെ അങ്ങനെ ഒരു ഇതായിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ പോലും തിരിച്ച് ചോദിക്കാനുള്ള പല ചോദ്യങ്ങളും കോൺഗ്രസിന് കിട്ടിത്തുടങ്ങി. ഇന്ന് VD സതീശൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, എന്റെ നെഞ്ചത്തോട്ട് എല്ലാ കാര്യത്തിനും ഏറ്റുവിട്ടത്. പിന്നെ അവസാനം പറഞ്ഞ അദ്ദേഹത്തിന്റെ രസകരമായ ചില വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്, അല്ല കോഴിയും കാളയൊക്കെ ഉണ്ടല്ലോ എന്റെ വീട്ടിലേക്ക് അയച്ച് തിരിച്ചയച്ചേക്കൂ എന്നുള്ളൊരു രസകരമായ പ്രസ്താവന. അപ്പൊ അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. ഒരു പക്ഷേ VD സതീശന് മനസ്സിലായി അഴിഞ്ഞു തുടങ്ങി ഒരു പൊതുബോധം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് VK ശ്രീകണ്ഠൻ MP അദ്ദേഹം ഒന്ന് പരസ്യമായിട്ട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത്. ഇത്ര ദിവസമൊന്നും ഈ നേതാക്കൾക്കൊന്നും തന്നെ പരസ്യമായിട്ടൊരു പിന്തുണയാണെങ്കിൽ ഒന്ന് പറയാനൊരു മടിയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിച്ചു. രാഹുലിനെതിരെ പുകമറ സൃഷ്ടിച്ചത് മാധ്യമങ്ങൾ തന്നെയാണ്. രാഹുലിനെതിരെ ഒരു പരാതി പോലുമില്ല. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനാണ് മാധ്യമങ്ങൾ ഈ പറയുന്ന പുകമറ സൃഷ്ടിച്ചതെന്നാണ് ശ്രീകണ്ഠൻ MP പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് ഒട്ടും ചേർന്ന പരിപാടികളൊന്നും അല്ല ഇത്. അത് മറ്റൊരു ഭാഗമാണ്. പക്ഷെ തികച്ചും സ്വകാര്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ KJ ഷൈൻ്റെ ഉൾപ്പെടെ സ്വകാര്യത എന്ന് പറഞ്ഞ ജീവിതത്തിലേക്ക് എന്തിനാണ് ഈ ഭൂതക്കണ്ണാടിയുമായിട്ട് രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞ ജീവിതത്തിൽ മറ്റാർക്കും പരാതിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ ഈ പരാതിക്കാരെ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് ഇടതും വലതും കൂടെ ചേർന്ന് എന്തിനാണ് ഈ കേസ് കുത്തിപ്പൊക്കി അധിക്ഷേപിക്കേണ്ട കാര്യം? അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ പരാതിക്കാരി എപ്പോഴെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു? ഇല്ലല്ലോ. റിനി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനം എവിടെയാണ്? എന്തുകൊണ്ട് ആ പരാതി ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് പറ്റുന്നില്ല? പരാതി കൊടുത്ത പരാതിക്കാരിയുടെ പരാതി പോലും ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പരാതിയിലും ഒരു ഇതുമില്ല, ഒരു കഴമ്പുമില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ഒരു ഇത് നടത്തി. അത് VD സതീശനാണ് അത് സഭയിൽ പാസ്സാക്കാത്തത് എന്നുള്ള രീതി വിമർശനം നടത്തി. ശരിക്കും പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ ആലോചിക്കും. ഞാനിപ്പോ ഒരു സ്ത്രീയാണ്, എന്തുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്നെ പോലെ ആള അല്ലെങ്കിൽ ഒരുപാട് നീതി കിട്ടേണ്ടുന്ന സ്ത്രീകൾക്ക് പോലും നീതി കിട്ടാതെ പെരുവഴിയിലായിരിക്കുന്നു. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. വനിതാ കമ്മീഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ വനിതാ സെല്ലിൽ ഉൾപ്പെടെ നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായിട്ടൊക്കെ പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയണം, വേറെ ഒരു പണിയും ഇല്ലേ കൊച്ചേ, നീ എങ്ങനെയെങ്കിലും നിന്റെ കാര്യങ്ങൾ നോക്കി കഴി. ഇത് എനിക്ക് മാത്രമല്ല പല എടുത്തു നിന്നുള്ള ഇത്. കാരണം അവർക്ക് മണിക്കൂറുകൾ വ്യത്യാസത്തെ, ദിവസങ്ങൾ വ്യത്യാസത്തെ, കെട്ടുകണക്കിനാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുരുഷന്മാർക്കെതിരെ വരുന്നത്. ഭാര്യമാർ വെറുതെ കൊണ്ടു കൊടുക്കുന്നുണ്ട്, കാമുകിമാർ വെറുതെ കൊണ്ടു കൊടുക്കുന്നു, അയൽപക്കത്തെ സ്ത്രീകൾ വെറുതെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ദുരുപയോഗം ചെയ്യാണ് സ്ത്രീകൾ. നമുക്ക് സ്ത്രീകൾക്കൊരു നിയമം ഇത്തരത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കണം, അല്ലേ? ആവശ്യമില്ലാത്തതിനും അനാവശ്യമായിട്ടുള്ള കാര്യത്തിനും ഒക്കെ വിനിയോഗിക്കുമ്പോൾ, പുരുഷന്മാർക്കെതിരെ വിനിയോഗിക്കുമ്പോൾ നീതി കിട്ടേണ്ടുന്ന സ്ത്രീകൾക്ക് പോലും നീതി കിട്ടാണ്ടിരിക്കുന്നു. ഇതിനൊരു അറുതി വേണം. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ പുരുഷ കമ്മീഷനെ ഞാനും അനുകൂലിക്കുന്നതെന്ന് പറയുന്നത്. വനിതാ കമ്മീഷൻ മാത്രമല്ല, പുരുഷ കമ്മീഷൻ വേണം. കാരണം ആരുടെ ഭാഗത്താണ് ഇന്ന് നീതി എന്നുള്ളത് അറിയില്ല. നല്ല പുരുഷന്മാരുണ്ട്, നന്നായിട്ട് കുടുംബം നോക്കുന്ന, അല്ലെങ്കിൽ നല്ല ഭാര്യയെ നന്നായിട്ട് നോക്കുന്ന പുരുഷന്മാരുണ്ട്. അവർക്ക് ഇവരിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മാനസിക ടോർച്ചറിങ് ഉണ്ട്. ഇൻ കേസ് ഇദ്ദേഹമെങ്ങാണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുരുഷന്മാരെങ്ങാണം വല്ല കോടതിയിലോ കുടുംബ കോടതിയിലോ പോയാൽ ഒട്ടന്നെ പറയാം, എന്നെ പീഡിപ്പിച്ചു, അമ്മായിമ്മ പീഡിപ്പിച്ചു, പുരുഷൻ പീഡിപ്പിച്ചു, തലേന്ന് എന്നെ ഇങ്ങനെ ചെയ്തു, എൻ്റെ മക്കളെ ഇങ്ങനെ ചെയ്തു. സ്വന്തം മകളെ പോലും, സ്വന്തം മകളെ എത്ര കേസുകളാണ്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 1000-ഓളം കേസുകൾ വന്നതിലെ ഈ കുഞ്ഞുങ്ങളെ അച്ഛന്മാർ ഇത് ചെയ്തു എന്ന് വന്നതിലെ ഭൂരിഭാഗം കേസുകളും വെറുതെ ആണെന്നുള്ളത് കോടതി ഇപ്പം അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ ചൈൽഡ് ലൈൻ പോലുള്ള സംഘടനകൾ. അപ്പൊ ഇത് വെറുതെ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ട് പുരുഷന്മാരെ വെട്ടിലാക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു അറുതി വേണം. രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം നടന്ന ഒരു സംഗതിയിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്? ഇനി അവിടെ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പബ്ലിക്കായിട്ട് വന്ന് മുമ്പോട്ട് പറയാം, അല്ലേ? മുമ്പോട്ട് പറയാം, എനിക്ക് ചീറ്റിംഗ് സംഭവിച്ചു, ഈ ജനം മുഴുവനും കൂടെ ഉണ്ടായിരിക്കും, അതിന് തെളിവുകളോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളോ ചാറ്റിങ്ങോ എല്ലാം അതൊരു ബന്ധത്തിലുള്ളതല്ലേ? അത് ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ? ഒരു സ്വകാര്യ ബന്ധത്തിൽ എന്തൊക്കെ ചാറ്റ് ചെയ്യാം, എന്തൊക്കെ ഒരു വർഷം സംസാരിച്ചിരിക്കുക, അതെല്ലാവർക്കും അറിയാം. എല്ലാം പുറത്തു കൊണ്ടുവരട്ടെ. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയാം, പബ്ലിക്കായിട്ട് കൊണ്ടുവരണമെന്നല്ല പറഞ്ഞത്, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ.
അവിടെ ഒരു ചീറ്റിംഗ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായ തക്ക ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നല്ല ഏത് രാഷ്ട്രീയ പ്രവർത്തകനും ഏത് സിനിമാക്കാരനും കൊടുക്കേണ്ടതായിട്ടാണ്. അതിന് അന്തസ്സായിട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങണം. അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഒരാളെ മാത്രം ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ കാര്യം മുന്നിട്ടിറങ്ങി ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ഉഭയകക്ഷി സമ്മതപ്രകാരം എങ്ങനെ ചെയ്തു, അല്ലെ ഇങ്ങനെയാണ്, ഇന്ന വ്യക്തിയാണ്, എന്തുകൊണ്ടാണ് രാഹുൽ പറയാത്തത്? ഇനിയും ആ സ്ത്രീയെ അല്ലെ ആ പെൺകുട്ടിയെ സമൂഹത്തിന് മുമ്പിൽ ക്രൂശിക്കണ്ട എന്നുള്ളൊരു മാനസിക ചിന്തയുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ എന്തിനാണ് ഈ ഭാഗം മാത്രം ഇങ്ങനെ കൊണ്ടുവന്ന്? ഇന്നിപ്പോ ലക്ഷ്മി പത്മ അവര് നല്ലൊരു സുഹൃത്താണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതിപ്പോ ആ പെൺകുട്ടിയെ കൂടെ വെട്ടിലാക്കുന്ന തരത്തിലാണ് ലക്ഷ്മി പത്മ ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇനി അല്ലാതെ തന്നെ ഒരു മൊഴി ഗർഭചിത്രം ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതി നിയമ സാധ്യതയില്ലാതെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും പെടും, രാഹുലും പെടും. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു സുഹൃത്തിനെ വെട്ടിലാക്കുന്ന തരത്തിൽ? ആ സുഹൃത്തിന് പരാതി ഉണ്ട്, ആ സുഹൃത്ത് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി വലിയ ഒരു കുഴിയിലേക്കാണ് പോകുന്നത്. അപ്പൊ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് വരണം. അതിൽ തെളിവുകൾ മുമ്പോട്ട് കൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ രണ്ടുപേരെയും ഭാഗത്ത് കാണും. മുമ്പോട്ട് കൊണ്ടുവന്ന് കൊടുത്ത് എന്നെ വിവാഹ വാഗ്ദാനം നൽകി എന്നെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി എന്നൊരു ഒറ്റ തെളിവുണ്ടെങ്കിൽ ചീറ്റിംഗ് കേസിൽ രാഹുലിനെ പെടുത്താം. ഇതൊന്നുമില്ലാതെ അവിടുന്ന് ഇവിടുന്ന് തുമ്പും മാലയില്ലാത്ത കുറെ ഇതിട്ടിട്ട് ഒരു പുരുഷനെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിരപരാധികളായിട്ടുള്ള നിരവധി സ്ത്രീകൾ നിരവധി പുരുഷന്മാരിൽ നിന്ന് നിരവധി പീഡനങ്ങളും ചതികളും വഞ്ചനകളും അനുഭവിച്ച് ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ സ്ത്രീകൾക്ക് കൂടിയാണ് നീതി കിട്ടാതെ പോകുന്നത്. അതിനൊരു ഒരു പരിധി ഈ എപ്പോഴും CPM എടുത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇത് നിരവധി പ്രശ്നങ്ങൾ CPM എപ്പോഴും എടുത്തിട്ട് അലക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ എന്താണ് പറഞ്ഞത്? ഈ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പം KJ ഷൈൻ്റെ കൂടെയാണ്, അവർക്കെതിരെയുള്ള ഇത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നാണ് ഞങ്ങൾ അത് പറയുന്നത് തെറ്റ് തന്നെയാണെന്ന് അല്ലെ? സൈബർ ഇടങ്ങളിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ ഇത് ഏതെങ്കിലും CPM നേതാക്കൾ രാഹുലിന്റെ കാര്യത്തിൽ പറഞ്ഞോ, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ കോൺഗ്രസ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമുക്ക് അവർക്ക് കൈ കൊടുക്കേണ്ടി വരും. BJP പിന്നെ നിഷ്പക്ഷമാണ്. അവർ ഈ ഒരുമാതിരി ചീള് കേസുകളിലൊന്നും കൂടുതൽ നമ്മൾ കേട്ടിട്ടില്ല. ഇത് കോൺഗ്രസും CPM കൂടെ ചേർന്നുള്ള ഇവരുടെ തമ്മിലുള്ള ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് ചില ഇത്തരത്തിലുള്ള നല്ല നേതാക്കന്മാരാണ്. അപ്പൊ യുവതലമുറ വളർന്നു വരണം. രാഹുലിനെ പോലുള്ള അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ സ്വരം ഇനിയും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആരും നല്ലതൊന്നുമല്ല. നമ്മളുടെ ഉന്നത തലത്തിൽ ഇന്ന് ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരും പെൺ വിഷയത്തിൽ അത്ര നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇനിയെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ, വളർന്നു വരുന്ന യുവ നേതാക്കൾ ഇതൊക്കെ ഒരു പാഠമായി എടുത്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ചീറ്റിങ്ങിന് പോകാതെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പെൺവിഷയത്തിലേക്ക് പോകാതെ നിങ്ങൾ സമചിത്തതയോടുകൂടി നല്ലൊരു നാടിന് വേണ്ടിയിട്ട് നന്മയോടുകൂടി മുന്നിട്ട് അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകരുത്. ഇനി സ്വന്തം പാർട്ടി എങ്ങനെയായിരിക്കണം, യുവ നേതാക്കൾ എങ്ങനെയായിരിക്കും? യുവ നേതാക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ഈ രാഹുൽ മാങ്കൂട്ടോ ഷാഫി ഒന്നും അല്ല. ഇതിൽ മൂപ്പന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ പലതും പരിശോധിച്ചാൽ CPM-ലും നമ്മൾ കണ്ണടക്കേണ്ടി വരും, എല്ലാത്തിലും കണ്ണടക്കേണ്ടി. പക്ഷേ ഇനിയെങ്കിലും നേതൃത്വ നിര ആദ്യം ഞാൻ നന്നാവണം. ഞാൻ നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ. അപ്പൊ പണ്ട് എനിക്കൊന്നും ബുദ്ധനാണോ ആരോ ഏതോ ഒരു കാര്യത്തെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ഏതോ ഒരു മധുരം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എനിക്കൊന്നും ശ്രീബുദ്ധന്റെ ആണെന്ന് തോന്നി. എനിക്ക് പ്രഷർ ക്ഷമിക്കുക തെറ്റാണെങ്കിൽ. ആ ബുദ്ധന്റെ അടുത്ത് ഒരു അമ്മ വന്ന് പറഞ്ഞു, അതോ ശങ്കരാചാര്യരുടെ അടുത്ത്, എനിക്ക് പെട്ടെന്ന് എൻ്റെ മകൻ ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്നുണ്ട്, അപ്പൊ എൻ്റെ മകനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണമെന്ന്. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു വന്നു, ഈ മകനെ ഉപദേശിച്ചു, മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ മധുരം കഴിച്ച് ഇങ്ങനെയൊക്കെ അത് നമ്മുടെ ശരീരത്തിന് പ്രശ്നം വരും, അങ്ങനെ എങ്ങനെയാണ്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, എന്തുകൊണ്ടാണ് സ്വാമിജി 2 ദിവസം മുമ്പ് ഞാൻ വന്നപ്പോൾ അന്ന് ഈ ഉപദേശം കൊടുക്കാൻ? അന്ന് ഞാനും ആ നിമിഷം വരെയും മധുരം കഴിക്കുന്ന ഒരാളായിരുന്നു, അത്രയേറെ മധുരം. അപ്പൊ ഞാനത് നിർത്തിയിട്ട് വേണ്ടേ ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ? തീർച്ചയായിട്ടും അത് വലിയൊരു ഒരു പ്രചോദനമാണ്. കാരണം നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ നിർത്തിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ, അല്ലെങ്കിൽ അത് നല്ലൊരു ഉപദേശമായി മാറത്തില്ല. അപ്പൊ ഈ മുതിർന്ന നേതാക്കളൊക്കെ ഒന്ന് ചിന്തിക്കുക. രാഹുലിന്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നവരും ഘോരഘോരമായി പ്രസംഗിക്കുന്നവരും ഒക്കെ സ്വന്തമായിട്ട്, അത് CPM-ലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും സ്വന്തമായിട്ട് അവർ ഒന്ന് ശോധന ചെയ്യുക. ഞാൻ നല്ലതാണോ, ഞാൻ ഏതൊക്കെ കാര്യത്തിലാണ് പ്രശ്നക്കാരനായിട്ടുള്ളത്, ഞാൻ നല്ലൊരു നേതാവാണോ, ഞാൻ നല്ലൊരു രാഷ്ട്രീയ നേതാവാണോ എന്നൊന്ന് സ്വയം ശോധന ചെയ്തതിന് ശേഷം രാഹുലിനെ പോലുള്ള മറ്റുള്ള യുവ നേതാക്കളുടെ മുന്നിലേക്കിട്ട് കൈ വീശുക മാത്രമല്ല 2 പിടയ്ക്ക് കൊടുക്കുകയും ചെയ്യും. കാരണം ഗുരുക്കന്മാർക്ക് തുല്യമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും രാഹുൽ പാലക്കാടെത്തും, സജീവമായിട്ട് പ്രവർത്തിക്കും. കാരണം അത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഒപ്പം പെൺവിഷയൊക്കെ നമുക്ക് മാറ്റി നിർത്തി നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോടെ എന്താ പറയാ നമുക്ക് നീങ്ങാല്ലേ.